ഹലോ. അപ്പോൾ നമ്മളിന്ന് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തത്. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാൻ 1/2 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് മധുരം ആയിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ അത് ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ടല്ല, കുറച്ച് കട്ടിയോട് കൂടി വേണം നമ്മൾ ഉരുക്കിയെടുക്കാനും വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് അരിച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ പാനിലോട്ട് തന്നെ ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പിടി തേങ്ങാക്കൊത്തുണ്ടല്ലോ, ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ എള്ളുകൂടി, കറുത്ത എള്ളുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതങ്ങ് വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചേർക്കുന്നത് 2 പഴമാണ്. നേന്ത്രപ്പഴം ഒഴികെ ഏത് പഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കല്ലോ. ഞാനിവിടെ പാളയംകുടം പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 4 ഏലക്ക അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ആ സീഡ് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നന്നായിട്ട് ഉരുക്കി വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ അത് മാവ് കട്ടിയായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ശർക്കരപ്പാനി കൂടാതെ വെള്ളം ചേർക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരയ്ക്കരുത്. നമ്മൾ ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ശർക്കരപ്പാനി കൂടാതെ അരയ്ക്കുന്ന സമയത്ത് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു പരുവം നോക്കിയിട്ട് ബാലൻസ് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ മൊത്തം 1.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടാണ് ഈ ഒരു രീതിയിൽ ആക്കിയെടുത്തത്. അപ്പോൾ ഇതാണ് മാവിൻ്റെ ഒരു പരുവമെന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്തും എള്ളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ തേങ്ങാക്കൊത്തൊക്കെ വറുക്കുന്ന സമയത്ത് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. എന്നിട്ട് ഒരു 3 മണിക്കൂർ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് സോഡാപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ മാവ് എടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് പരിവായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് തോന്നാറുണ്ട്. അപ്പം അങ്ങനെ കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിരുന്നാൽ മതിയാവും. അപ്പോഴേക്കും നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയൊക്കെ എണ്ണയൊക്കെ ചൂടായി ഇരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് മാവങ്ങ് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് അങ്ങ് ചുട്ടെടുത്തിരുന്നാൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഓയിലാണെങ്കിൽ ഓയിൽ എടുക്കാം, പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നതാണ് അതിലൊരു ടേസ്റ്റ് എന്ന് പറയുന്നത്. മാവ് ഈ ഇത്രയും എണ്ണ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. എക്സ്ട്രാ എണ്ണയൊന്നും പിന്നെ എടുത്തില്ല. ഈ എണ്ണയിൽ തന്നെ മൊത്തം ഉണ്ണിയപ്പവും ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉണ്ണിയപ്പം. നമുക്ക് പച്ചരിയൊന്നും വെള്ളത്തിലിട്ട് കുതിർത്ത് ഒന്നും ചെയ്യേണ്ട. നമ്മുടെ കയ്യിൽ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ബാച്ച് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് ഉണ്ടാക്കുമ്പോൾ മാവ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. ചുട്ടെടുത്തിരുന്നാൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. വളരെ ഈസി അല്ലേ? അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റാണ്. പിടിക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് കട്ടിയായിട്ടോ ഒന്നും പോയിട്ടില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞാലും ചെറിയ ചൂടോട് കൂടി കഴിച്ചാലും ഒക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.